ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ വിവരങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും പോകുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി എയർ ആംബുലൻസിനടുത്തേക്ക് എത്തിക്കണം, പിന്നീട് എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്ക്. ഇപ്പോൾ ഹൃദയം ഈ ആംബുലൻസിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകം തയ്യാറാക്കി വെച്ച ബോക്സിനകത്തുള്ള ഹൃദയം ഇപ്പോൾ എയർ ആംബുലൻസിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അക്ഷയ ഉണ്ട്. അക്ഷയ, അവിടെ ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഷിബുവിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഷിബുവിൻ്റെ ദേഹത്തിൽ നിന്നും വിവിധ അവയവ ഭാഗങ്ങൾ ഇപ്പോൾ വിജയകരമായി പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഹൃദയമുണ്ട്, വൃക്കകളുണ്ട്, ചർമ്മമുണ്ട്. ഇതെല്ലാം വെവ്വേറെ ആളുകൾക്കാണ് ദാനം ചെയ്യുന്നത്. ഇപ്പോൾ ഷിബുവിൻ്റെ ഹൃദയം വേഗത്തിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ എയർ ആംബുലൻസ് സജ്ജമായി നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. അവിടേക്ക് ആംബുലൻസിൽ ഹൃദയം കൊണ്ടുപോകുന്നു. എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് 4 മണിക്കൂർ സമയമെടുക്കും. കൊച്ചി ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഈ ചരിത്രപരമായ ശസ്ത്രക്രിയ നടക്കുന്നത്. അക്ഷയുണ്ട്. അക്ഷയ ഇപ്പോൾ അവയവ ഭാഗങ്ങൾ വെവ്വേറെ ബോക്സുകളിലാക്കി ആംബുലൻസിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞോ? അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് നടത്തുന്നതുണ്ട്. അതായത് ആദ്യം കരൾ എത്തിക്കുന്നത് അമൃതയിലേക്കായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. നിലവിൽ ഇപ്പോൾ അമൃതയിലേക്കല്ല, കിംസ് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അമൃത ഹോസ്പിറ്റലിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ചിരുന്നു കരൾ കൊണ്ടുപോകാനായിട്ട്. ആ ഉപകരണങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതാണ്ട് ഇനിയും സമയമെടുക്കും. യെസ്, അങ്ങനെയെങ്കിൽ ഹൃദയം കൊണ്ടുപോകാൻ ഇനിയും സമയമെടുക്കും എന്നാണ് ഇപ്പോൾ അക്ഷയ പറയുന്നത്. മറ്റ് അവയവ ഭാഗങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ അടക്കം മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.